الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعده قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഏതാനും ഖുതുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. നമ്മൾ പഠിച്ചത്, മനസ്സിലാക്കിയത് തൗഹീദാണെങ്കിൽ ആ തൗഹീദിൻ്റെ നേരെ വിപരീതമായ ഷിർക്കിനെ കുറിച്ചുകൂടെ വിശ്വാസികളെന്ന നിലയിൽ നമ്മളെല്ലാവരും പഠിക്കേണ്ടതുണ്ട്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിലെ ശ്രദ്ധേയനായ സ്വഹാബിയാണ്. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പ്രവാചകൻ്റെ പിറകിൽ ഉഫൈർ എന്നു പേരുള്ള ഒരു കഴുതപ്പുറത്ത് ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ചോദിച്ചു, യാ മുആദ്, അല്ലയോ മുആദേ, ഹൽ തദ്രി ഹഖ്ഖല്ലാഹി അലാ ഇബാദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളുടെ മേൽ അള്ളാഹുവിനുള്ള അവകാശം എന്താണ് എന്ന് നിനക്കറിയുമോ? അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ അടിമകളോടുള്ള അവകാശം എന്താണ് എന്ന് നിനക്കറിയുമോ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അത് അള്ളാഹുവിനും റസൂലിനുമാണ് അറിയുക. ഒരു അടിമക്ക്
തൻ്റെ റബ്ബിനോടുള്ള ബാധ്യതകൾ എന്താണ്, അവകാശം എന്താണ്, അതേപോലെ തന്നെ റബ്ബിന് തൻ്റെ അടിമകളുടെ മേലുള്ള അവകാശം, ബാധ്യത എന്താണ്, അത് അള്ളാഹുവിനും റസൂലിനുമാണ് അറിയുക. ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇന്ന ഹഖ്ഖല്ലാഹി അലൽ ഇബാദി അയ്യഅബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈആ. ഒരു അടിമക്ക് തൻ്റെ റബ്ബിൻ്റെ മേലുള്ള ബാധ്യത, ഹക്ക്, അവകാശം എന്ന് പറഞ്ഞാൽ അവനെ മാത്രം ആരാധിക്കലും അവനിൽ പങ്കു ചേർക്കാതിരിക്കലുമാണ്, അഥവാ ശിർക്ക് ചെയ്യാതിരിക്കലുമാണ്. വഹഖൽ ഇബാദി അലല്ലാഹി അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രിക ബിഹി ഷൈആ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ ഹക്കായിട്ടുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിന് അവൻ്റെ അടിമകളുടെ മേൽ അവകാശമായി കൊണ്ടുള്ള കാര്യം, ശിർക്ക് ചെയ്യാത്ത, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ആളുകളെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. സ്വഹീഹായ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചൊരു ഹദീത്താണിത്. ഈ ഹദീത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു അടിമ അവന് തൻ്റെ റബ്ബിനോടുള്ള അവകാശമാണ് അവനെ മാത്രം ആരാധിക്കുക, അവനിൽ പങ്കു ചേർക്കാതിരിക്കുക, അഥവാ ഷിർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളത്. അങ്ങനെ നാം ഷിർക്ക് ചെയ്യാതിരുന്നാൽ, നാം അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരുന്നാൽ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകളായാൽ റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈആ. അവനിൽ പങ്കു ചേർക്കാത്ത ആളുകളെ അള്ളാഹു ശിക്ഷിക്കാതിരിക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ, പരലോകത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തു വേണം? നമ്മൾ ഷിർക്ക് ചെയ്യാത്ത ആളുകളാകണം. എന്താണ് ഈ ഷിർക്ക് എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവൻ്റെ റസൂലുള്ളാഹി പഠിപ്പിച്ചു, വശിർക്കു അയ്യജ്അല ലില്ലാഹി നിദ്ദ. അതാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. അശ്ശിർക്കു അയ്യജ്അല ലില്ലാഹി നിദ്ദ, അള്ളാഹുവിന് തുല്യനായി ഒരാളെ നിശ്ചയിക്കുക, അതാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ ആയത്താണ്, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കാൻ പാടില്ല. അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുക, അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് വലിയ കുറ്റമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഷിർക്ക് എന്ന് പറഞ്ഞാൽ പല ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ളത് വിഗ്രഹാരാധനയാണ്, അല്ലെങ്കിൽ ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കലാണ്, അങ്ങനെയുള്ള ദൈവങ്ങളിൽ വിശ്വസിക്കലാണ്, അതല്ലെങ്കിൽ മഹാന്മാരായ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കലാണ്, അവർക്ക് മറഞ്ഞ രീതിയിൽ നമ്മളെ സഹായിക്കാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കലാണ് എന്നൊക്കെ ആളുകൾ വിചാരിക്കാറുണ്ട്. അതൊക്കെ ഷിർക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്നാൽ അത് മാത്രമല്ല ഷിർക്ക്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ ഖുത്ബകളിലൂടെ വിശദീകരിച്ച തൗഹീദിൻ്റെ 3 ഇനങ്ങളുണ്ട്. തൗഹീദ് റുബൂബിയ്യത്തുണ്ട്, ഉലൂഹിയ്യത്തുണ്ട്, അസ്മാഇ വസിഫാത്തുണ്ട്. ഈ 3 മേഖലകളിൽ, ഈ 3 വഴികളിൽ അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കുക, അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുക എന്നതാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. തൗഹീദ് റുബൂബിയ്യത്തിൽ അള്ളാഹുവിന് പങ്കുകാരെ വെക്കുക, തൗഹീദുൽ ഉലൂഹിയ്യത്തിൽ അള്ളാഹുവിന് പങ്കുകാരുണ്ടാക്കുക, തൗഹീദുൽ അസ്മാഇ വസിഫാത്തിൽ അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കുക. ഇതിലൊക്കെ ആളുകൾ അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു പക്ഷേ നമ്മൾ സംശയിച്ചേക്കാം. അള്ളാഹുവാണ് റബ്ബ് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നില്ലേ? സഹോദരങ്ങളെ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പോലും തൗഹീദ് റുബൂബിയ്യത്തിൽ പോലും ഷിർക്ക് ചെയ്യുന്ന, ഷിർക്ക് വെച്ച വിശ്വാസവുമായി ജീവിക്കുന്ന ആളുകളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊരു നിസാരമായ കാര്യമല്ല. ഇപ്പം നാരിയ സ്വലാത്തിനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. നാരിയ സ്വലാത്ത് പല ആളുകളും അവരുടെ വീടുകളിൽ ചൊല്ലുന്ന സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലതൻ വസല്ലി സലാമൻ താമൻ എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ചൊല്ലുന്ന സ്വലാത്ത്. ആ സ്വലാത്ത് കൃത്യമായി നമ്മൾ പഠിച്ച റബ്ബിൻ്റെ റുബൂബിയ്യത്തിൽ പങ്കു ചേർക്കുന്ന വാചകങ്ങളാണ് യഥാർത്ഥത്തിൽ ആ സ്വലാത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താ അതിൽ പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്, തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖദാ ബിഹിൽ ഹവായിജ് എന്ന് തുടങ്ങി നാരിയ സ്വലാത്ത് ചെല്ലുന്ന ആൾ പറയുന്ന വാചകങ്ങളാണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? ആ വാചകങ്ങളുടെ അർത്ഥം, ആ പ്രവാചകനെ കൊണ്ടാണ് ഞങ്ങളുടെ പ്രയാസങ്ങൾ ഒഴിവാകുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടാണ് നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങുന്നത്. നോക്കൂ നിങ്ങൾ, ആരാ നമ്മുടെ പ്രയാസങ്ങൾ നീക്കുന്നവൻ? ആരാണ്? മനുഷ്യന്റെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നവൻ അള്ളാഹുവാണ്.
ആ അള്ളാഹുവിന് പകരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വതൻഹല്ലു ബിഹിൽ ഉഖദ്, കെട്ടുകളും കുടുക്കുകളും അഥവാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ ശിർക്ക് ചെയ്തു. അവൻ നാരിയ സ്വലാത്ത് ചെല്ലുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇത് അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. സാധുക്കളായ പല ആളുകൾക്കും അത് അറിയില്ല. തൗഹീദ് റുബൂബിയത്തിന്റെ വിഷയത്തിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഷിർക്ക് കടന്നു വരുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, അതിലെ തൊട്ടടുത്ത വാചകം എന്താ? തൻഫരിജു ബിഹിൽ ഖുറബ്, നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആരെ കൊണ്ടാണ് നീങ്ങുന്നത് എന്ന് പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട്. എത്ര ഗൗരവമുള്ള കാര്യമാണ്! നമ്മുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങളൊക്കെ നീങ്ങുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടാണ്. നഊദു ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കർബ് ബാധിച്ചപ്പോൾ, ദുരിതമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ആ പ്രയാസങ്ങളിൽ നിന്ന് കാവൽ ചോദിച്ച പ്രാർത്ഥനകൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കടം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന മനുഷ്യന് ചെയ്യേണ്ട കാര്യം എന്താ? നബി പഠിപ്പിച്ചിട്ടുണ്ട്. കടം ബാധിച്ച മനുഷ്യൻ അല്ലെ, മുസീബത്തുണ്ടായാൽ അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്ത് ബാധിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വിശ്വാസികൾ പറയാം. ഈ നാരിയ സ്വലാത്തിൽ പഠിപ്പിക്കുന്ന നമ്മുടെ പ്രയാസങ്ങൾ നീക്കുന്നത്, നമ്മുടെ കെട്ടുകൾ അഴിക്കുന്നത്, നമ്മുടെ പ്രതിസന്ധികൾക്കുള്ള പരിഹാരം, ഇതൊക്കെ ആരാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന. അത് തൗഹീദ് റുബൂബിയത്തിൽ വരെ ഷിർക്ക് ചെയ്യുന്ന ഏർപ്പാടാണ്. ഇനി തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് പറയേണ്ട പോലും ആവശ്യമില്ല. മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും അബദ്ധം പറ്റിയ മേഖല, ഷിർക്ക് വന്ന മേഖല ഏതാ? തൗഹീദുൽ ഉലൂഹിയത്താണ്. മറഞ്ഞ വഴിയിലൂടെ ആളുകൾ സഹായിക്കും, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി റബ്ബല്ലാത്ത ആളുകൾ സഹായിക്കുന്നു വിശ്വസിക്കുക, മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകൾ, അത് പ്രാർത്ഥനയാണ്. സാധാരണ പറയാണ് ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാറില്ല എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ വിളികൾ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇഖ്ലാസോടുകൂടെ നിന്ന് പച്ചക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മഹാന്മാരെ വിളിച്ച് ദുആ ചെയ്യാണ്. അതെന്താ? അത് തൗഹീദുൽ ഉലൂഹിയത്തിലുള്ള ഷിർക്കാണ്. അതേപോലെ തന്നെ തൗഹീദുൽ അസ്മാഇ വസിഫാത്തിൽ ഷിർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമമാണ് അള്ളാഹു സമീ ആണ്. സമീ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം കേൾക്കുന്നവനാണ്. അതേപോലെ തന്നെ അള്ളാഹു ബസീറാണ്. ബസീറാണെന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാം കാണുന്നവനാണ്. എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ് എന്ന അള്ളാഹുവിൻ്റെ സിഫത്തിൽ ചില ആളുകൾ പങ്കു ചേർക്കുന്നുണ്ട്. അവരറിയാതെയാണ്, അവർക്ക് ഇതിൻ്റെ ഗൗരവം അറിയില്ല. ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലോ ഉലൂഹിയത്തിലോ റുബൂബിയത്തിലോ സമന്മാരെ ഉണ്ടാക്കലാണ്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ, അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ, അങ്ങനെ വിളിക്കണമെന്ന് പോലുമില്ല, ഷിർക്ക് വരുമെന്നാണ് പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, മൊഹീദ്ദീൻ മാലയിൽ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ചൊല്ലുന്ന മൊഹീദ്ദീൻ മാല, മൊഹീദ്ദീൻ മാലന്റെ ആമുഖത്തിലുള്ളത് പിന്നെ മൊഹീദ്ദീൻ മാലിൽ തെറ്റുണ്ടെങ്കിൽ ഖുർആനിലും തെറ്റുണ്ട്. നഊദുബില്ല. മൊഹീദ്ദീൻ മാലിൽ തെറ്റുണ്ടെങ്കിൽ ഖുർആനും തെറ്റാണ്, അങ്ങനെ വരെ എഴുതി വെച്ചിട്ടുണ്ട് ആളുകൾ. ആ മൊഹീദ്ദീൻ മാലയിൽ മൊഹീദ്ദീൻ ഷേഖിനെ കുറിച്ച് പറയുന്ന വാചകം എന്താ? യഥാർത്ഥത്തിൽ മൊഹീദ്ദീൻ ഷേഖ് ഈ പറയുന്ന ഈ സഹോദരങ്ങൾ പഠിപ്പിക്കുന്ന ആളേ അല്ല. മൊഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിത, മുജദ്ദിദാണ് അദ്ദേഹം, പരിഷ്കർത്താവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാൽ അത്ഭുതപ്പെടും നമ്മൾ. തൗഹീദ് പഠിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്ത്. ആ അദ്ദേഹത്തെ വിളിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആളുകൾ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് മാലയിൽ പറയുന്ന വാചകം എന്താ? വല്ല നിലത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് വായി കൂടുന്നതിന്റെ മുമ്പ് ഉത്തരം ചെയ്യും ഞാൻ എന്നോ പറഞ്ഞ. ഇതെന്താ ഈ പറയുന്ന വാചകം എന്താ? അള്ളാഹുവിന്റെ സിഫാത്തിൽ പങ്കു ചേർക്കാണ്. എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്നവൻ ആരാ? അള്ളാഹു മാത്രമാണ്. എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്നവൻ ആരാ? അള്ളാഹുവാണ്. അതാണ് വല്ല സ്ഥലം, ഏത് സ്ഥലത്തുനിന്ന് വിളിച്ചാലും അവന്റെ വാ കൂടുന്നതിന്റെ മുമ്പ് ഉത്തരം നൽകാൻ ഷെയ്ഖിന് കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അത് തൗഹീദുൽ അസ്മാഇ വസിഫാത്തിൽ പങ്കു ചേർക്കലാണ്. ഇനി നോക്കൂ നിങ്ങൾ, ബസീർ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു എല്ലാം കാണുന്നവനാണെന്നാ. അള്ളാഹു എല്ലാം കാണുന്നവൻ. മൊഹീദ്ദീൻ മാലയിൽ തന്നെ കാണാം, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോ പറഞ്ഞു. ഒരു കുപ്പിന്റെ ഉള്ളിലുള്ള വസ്തുവിനെ പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയങ്ങളിലുള്ളത് എനിക്കറിയുമെന്ന് മൊയ്തീൻ ഷേഖ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല, കെട്ടിയുണ്ടാക്കിയതാണ്. ആളുകൾ പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയ മാലയാണിത്. അപ്പൊ നോക്കൂ നിങ്ങൾ, തൗഹീദുൽ അസ്മാഇ വസിഫാത്തിൽ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ്. അപ്പൊ ഇതൊരു നിസാരമായി നമ്മൾ കാണേണ്ട കാര്യമല്ല. നമ്മുടെയൊക്കെ പല ആളുകളുടെയും വീടുകളിൽ പ്രായമുള്ള ആൾക്കാർ ഈ മാലയൊക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്.
മാലയും അതേപോലെ തന്നെ മൗലൂദും ഒക്കെ ചൊല്ലുന്ന, അത് ചൊല്ലിപ്പിക്കുന്ന, അത് വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതെന്നറിയോ, മുസ്ലിം സമൂഹത്തിലേക്ക് ഷിർക്ക് കടന്നു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും ജാഗ്രത പാലിക്കണം. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ തൗഹീദിൻ്റെ ആൾക്കാരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയവരാണ്. നമ്മുടെ ജീവിതത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് എങ്ങനെയാണ് ഷിർക്ക് കടന്നു വരിക എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് നമ്മൾ കേട്ടില്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅൻ ഇല്ലാ ശുഫിഉ ഫീഹി. ഒരു മനുഷ്യൻ മരിച്ചു, ആ മരിച്ച ഒരാൾക്ക് വേണ്ടി ഷിർക്ക് ചെയ്യാത്ത 40 ആളുകൾ നമസ്കരിച്ചാൽ എന്ത് ലഭിക്കും? ശുപാർശ ചെയ്യാൻ അവസരം ഉണ്ടാകുന്ന, ശുപാർശ ലഭിക്കുന്ന. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീത്താണ്. എന്നാൽ ഈ ഹദീത്തിലുള്ള പാഠം തരങ്ങൾ ആരെ മയ്യത്ത് നിസ്കരിക്കുക? മയ്യത്ത് നിസ്കരിക്കുന്ന ആൾക്കാരാരാ? മുസ്ലിങ്ങളാണ് അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മുസ്ലിങ്ങളെ മയ്യത്ത് നിസ്കരിക്കുക. ഇവിടെയുള്ള മുസ്ലിങ്ങളാണ് മയ്യത്ത് നിസ്കരിക്കുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയാം, നമ്മൾ മരിച്ചാൽ 40 ആളുകൾ, അവരുടെ സിഫത്ത് എന്താ, അവരുടെ വിശേഷണം എന്താ? ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅൻ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത 40 ആളുകൾ. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പള്ളിയിൽ കയറുന്ന മുസ്ലിങ്ങൾ ഉണ്ട്, മയ്യത്ത് നമസ്കരിക്കുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇത് ചെറിയ കാര്യം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ദുആ എന്താ? വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വജുനുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം. ആരാ പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബി. ആരാ ഇബ്രാഹിം നബി? ഖലീലുള്ളാഹ്, അള്ളാന്റെ കൂട്ടുകാരനാണ്. ഇബ്രാഹിം നബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താ? അദ്ദേഹം നമുക്ക് മാതൃകയാണെന്നാണ്. അദ്ദേഹം മാതൃകയാണ്. അദ്ദേഹത്തിന്റെ മില്ലത്ത് സ്വീകരിക്കാത്തവൻ വിഡ്ഢിയാണെന്നാണ്. വിഗ്രഹങ്ങളെ തച്ചുടച്ച പ്രവാചകനാണ് അദ്ദേഹം അല്ലെ? തൗഹീദിന്റെ ആൾ രൂപമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആ ഇബ്രാഹിം നബി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, പടച്ചോനെ, അള്ളാഹുവേ, എന്നെ നീ ബഹുദൈവാരാധകരുടെ കൂട്ടത്തിൽ, ഷിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തരുതേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ നടത്തി. ഈ പള്ളിയിലിരിക്കുന്ന നമ്മളിൽ എത്ര ആളുകൾക്ക് പറയാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു? അള്ളാഹുവേ, രോഗം മാറ്റണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, സാമ്പത്തികമായ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്ന് ദുആ ചെയ്തിട്ടുണ്ട്. മക്കളെ സ്വാലിഹീങ്ങളാക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ? സ്വർഗം നൽകണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നരകത്തു നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഖബറിലെ അദാബിൽ നിന്ന് കാക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നെ ഷിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിച്ച എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്? റബ്ബേ, ഞാൻ ബഹുദൈവാരാധകരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുതേ എന്ന് ദുആ ചെയ്ത ആളുകൾ. ഞാൻ മനസ്സിലാക്കുന്നത് മഹാഭൂരിപക്ഷ ആളുകളും ആ പ്രാർത്ഥന നിർവഹിക്കാൻ തയ്യാറാകാറില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? നമുക്കൊരു ആത്മവിശ്വാസമാണ്, നമ്മളൊക്കെ ഷിർക്കൊന്നും ചെയ്യൂല, നമ്മുടെ വിശ്വാസം അത് ശരിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എന്താ? ഊരിരുട്ടുള്ള രാത്രിയിൽ ഒരു ഉറുമ്പ് അരിച്ച് സഫാ കുന്നിന്റെ, സഫാ മലയുടെ അഥവാ ആ ഒരു പാറയുടെ മുകളിലൂടെ ഒരു ഉറുമ്പരിച്ചു പോകുന്നത് കണ്ടെത്താൻ പ്രയാസമാണ്. അതേപോലെ നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് ഷിർക്കരിച്ചു വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാണാൻ പറ്റും. ലോകാവസാനത്തിന്റെ അടയാളം എന്താ? ലാ തഖൂമുസ്സാഅ, ലാ തഖൂമുസ്സാഅ, ലോകം അവസാനിക്കുകയില്ല. ഏതുവരെ? ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രിക്കീൻ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ മുശ്രിക്കുകളുമായി ചേരുന്നത് വരെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുശ്രിക്കുകളുമായി എൻ്റെ ഉമ്മത്തിലെ ചില ആളുകൾ ചേരുന്നത് വരെ ലോകം അവസാനിക്കൂല. ഒന്നുകൂടെ പറഞ്ഞു, വഹത്താ യഅ്ബുദൂനൽ ഔസാൻ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥ ഈ ഉമ്മത്തിൽ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത് ഗൗരവമുള്ള വിഷയമാണ്. കാരണം എന്താ അറിയോ? നമ്മുടെ എങ്ങാനും ജീവിതത്തിൽ ഷിർക്ക് സംഭവിച്ചാൽ പിന്നെ നമുക്ക് പരലോകത്ത് രക്ഷയില്ല. നമ്മൾ എടുത്ത പണിയൊക്കെ ബാത്തിലാകും. അതുകൊണ്ടാണ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം, അദ്ദേഹം പ്രവാചകനാണോ അല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്ത് ചർച്ച ഉണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം മകന് നൽകിയ ഉപദേശം എന്താ? വഇദ് ഖാല ലുഖ്മാനു ലിഇബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. മകനെ വിളിച്ച് പറയാം, മോനെ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, ഷിർക്ക് വലിയ പാപാണ്. എത്ര വാപ്പാര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മക്കളോട്? എത്ര ഉമ്മമാർ ഉപദേശിച്ചിട്ടുണ്ട് മക്കളെ ഷിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? നമുക്ക് സമയമല്ല. അങ്ങനെയുള്ള പ്രോഗ്രാമുകളിലേക്ക് പോലും നമ്മുടെ കുട്ടികളെ നമ്മൾ കൊണ്ടുപോകാറില്ല. നമ്മൾ നല്ല ആൾക്കാരാണ്, നമ്മൾ പ്രോഗ്രാമിനൊക്കെ പോകും, ക്ലാസ്സിനൊക്കെ പോകും. നമ്മളെ കുട്ടികൾ, ഒരു കുട്ടികൾക്ക് പഠിക്കാണ്ട്. സഹോദരങ്ങളെ, ഇതല്ലേ നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഏറ്റവും വലിയ സന്ദേശം?
സൂറത്തുൽ ലുഖ്മാൻ ആദ്യം മുതൽ അവസാനം വരെ അമാനിമുല്ല തഫ്സീർ നമ്മളൊന്ന് വായിക്കണം. നമുക്ക് പഠിക്കേണ്ടത് ഒരുപാട്. മക്കളെയല്ലേ നമ്മൾ ആദ്യം ഉപദേശിക്കണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണമെങ്കിൽ നമുക്കൊരു ഒരാൾ മരിച്ചുപോയി, അയാൾ വിശ്വാസം സ്വീകരിക്കാതെയാണ് മരിച്ചത് എങ്കിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് അവകാശമല്ല. മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാൾ മരിച്ചുപോയാൽ റബ്ബേ അയാൾക്ക് പുറത്തു കൊടുക്കണമെന്ന് പറയാൻ നമുക്ക് അനുവാദമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹിനോട് അനുവാദം ചോദിച്ചില്ലേ? എൻ്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാനും ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു. ഒന്നിനുള്ള അനുവാദം കൊടുത്തു. എന്തിനാ? ഖബർ സന്ദർശിക്കാൻ അനുവാദം കൊടുത്തു. പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹു അനുവാദം കൊടുത്തില്ല. അഥവാ ഷിർക്കിൽ മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച കാര്യമല്ല. ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? അവരെ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പണി നമ്മൾ എടുക്കണം. അതുകൊണ്ട് തന്നെ ഷിർക്കിൻ്റെ ഗൗരവം എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ഗൗരവമായി മനസ്സിലാക്കണം. എങ്ങനെ ഷിർക്ക് വന്നതെന്നറിയോ? ഈ ഉമ്മത്തിലേക്ക് ഷിർക്ക് വന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. വളരെ നിസാരമായി തോന്നുന്ന ചില ആരാധനയുടെ ഭാഗമായിട്ടല്ലാതെ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിലെ ആളുകൾ ഒരു ബഹുമാനത്തിൻ്റെ രീതിയിൽ തുടങ്ങിയതാണ്. അതാണ് ഷിർക്കിലേക്ക് എത്തിയത്. നൂഹ് നബിയുടെ സമുദായത്തിൽപ്പെട്ട അഥവാ ആദം നബിയുടെ കാലം കഴിഞ്ഞ് നമ്മൾ കേട്ടതാണ്. 10 നൂറ്റാണ്ടാണ് ആദം നബിയുടെയും നൂഹ് നബിയുടെയും കാലയളവ്. അതിൽ അവസാന കാലഘട്ടത്തിലെ ആളുകൾ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വദ്, സുവാ, യഊത്ത്, യഊഖ് ഇതൊന്നും വിഗ്രഹങ്ങളല്ല, സ്വാലിഹീങ്ങളായ ആൾക്കാരാണ്, നല്ല മനുഷ്യന്മാരാണ്. അവർ മരിച്ചപ്പോൾ എന്ത് ചെയ്തു? അവരെ ഓർക്കാൻ വേണ്ടി, അവരെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കിയതാണ്. ആരാധിക്കാനല്ല, അവരെ ഓർക്കാനാണ്. പിശാചി വന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ വരെ രൂപങ്ങൾ ഉണ്ടാക്കണം, അവരൊക്കെ നല്ല മനുഷ്യന്മാരല്ലേ, ഇവരൊക്കെ ആളുകൾ മറന്നു പോകൂലേ. അങ്ങനെ അവരെ ഓർക്കാൻ വേണ്ടിയ രൂപങ്ങൾ ഉണ്ടാക്കിയത്. ആ രൂപങ്ങൾ ഉണ്ടാക്കിയ ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പിന്നീട് അവരെ ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെ ഷിർക്ക് വരുന്നത് മനസ്സിലായില്ലേ? അപ്പൊ ഷിർക്ക് വരിക എന്നുള്ളത് നമ്മൾ വിചാരിക്കാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴി കൂടെ എന്ത് ചെയ്യും? ഷിർക്ക് കടന്നു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിപ്പിച്ചു. വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഊത വയഊഖ വനസ്റ. വിശുദ്ധ ഖുർആനിലെ 71-ാം അധ്യായം സൂറത്ത് നൂഹിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. എന്താണ്? അവർ പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ ഉപേക്ഷിക്കരുത്, വദ്, സുവാ, യഊത്, യഊഖ്, നസ്ർ എന്നിവരെ നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന്. അവരെന്തിനുണ്ടാക്കിയതാ? അവരെ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പിന്നെ അവരെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് ഉണ്ടായി. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഹിയ അസ്മഉ റിജാലുസ് സ്വാലിഹീന മിൻ ഖൗമി നൂഹിൻ. ഈ പേരുണ്ടല്ലോ, വദ്ദും സുവാഉം യഊസും യഊഖും ഒക്കെ അവരാരായിരുന്നു? വഹിയ അസ്മഉ റിജാലുസ് സ്വാലിഹീൻ, നല്ല മനുഷ്യന്മാരാണ്, സ്വാലിഹീങ്ങളായ ആൾക്കാരായിരുന്നു. എന്നിട്ട് അവരെയാണ് എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്ന അവസ്ഥ വന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, നിങ്ങളെ ചുട്ട് കരിച്ചാലും നിങ്ങളെ വെട്ടി മുറുക്കിയാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഷിർക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ബഹുദൈവ ആരാധനയിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? പോകാൻ പാടില്ല. അല്ലാ തുശ്രിക ബില്ലാഹി ശൈഅൻ വഇൻ ഖുത്തിഅത് വഹുരികത്. നിങ്ങളെ കഷ്ടിച്ച് കളഞ്ഞാലും നിങ്ങളെ കത്തിച്ച് കളഞ്ഞാലും എന്ത് ചെയ്യാൻ പാടില്ല? ഷിർക്ക് ചെയ്യാൻ പാടില്ല. ഇതായിരിക്കണം നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഷിർക്ക് വരുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പ് വരുത്തണം. കാരണം എന്താ? ഷിർക്ക് ചെയ്താലുള്ള അപകടങ്ങളുണ്ട്. ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പ്രയാസങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പഠിക്കണം. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പരിശുദ്ധമാക്കുക, ഷിർക്ക് ചെയ്യാൻ നമ്മൾ ജീവിക്കുക. അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പാപം അത് ഷിർക്കാണ്. ആ ഷിർക്ക് ചെയ്താലുള്ള അപകടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബിയോട് ചോദിച്ചു, അയ്യു ദംബിൻ അഅളമു ഇൻദല്ലാഹ്, അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ കുറ്റം എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ച അള്ളാഹുവിൽ നീ എന്ത് ചെയ്യുക? പങ്കുകാര വെക്കലാണ്. നിന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനെ നീ പങ്കുകാര വെക്കലാണ്. അത് പറഞ്ഞാൽ അള്ളാഹു കാണുന്നത് പോലെ കാണും, കേൾക്കുന്നത് പോലെ കേൾക്കും, അറിയുന്നത് പോലെ അറിയും.
എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വരും. ഏറ്റവും വലിയ പാപമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചത്. 7 വൻപാപങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പഠിപ്പിച്ചു. 7 വൻപാപങ്ങൾ. സബഉൽ മൂബിഖാത്ത്. സബഉൽ മൂബിഖാത്തിലെ ഒന്നെന്താ? ഇജ്തനിബു അസ്സബഉൽ മൂബിഖാത്ത്. നബിയോട് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് വമാ ഹുന്ന? ഖാല അശ്ശിർകു ബില്ലാഹ്. ഒന്നാമത്തെ വൻപാപം ഏതാ? ഷിർക്കാണ്. മനസ്സിലായില്ലേ? ഒന്നാമത്തെ വൻപാപം ഷിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷിർക്ക് ചെയ്താൽ അള്ളാഹു അത് പൊറുക്കൂല. വേറെ എന്ത് പാപം, ഒരാൾ വ്യഭിചരിച്ചു, മദ്യപിച്ചു, മോഷ്ടിച്ചു, എന്ത് തോന്നിയാസം കാട്ടിയാൽ അള്ളാഹ് പൊറുക്കും. പക്ഷെ ഷിർക്ക് ചെയ്താലോ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഷിർക്ക് ചെയ്താൽ അള്ളാഹു പൊറുക്കൂല. ബാക്കിയുള്ള പാപങ്ങളൊക്കെ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു കൊടുക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച. ഷിർക്ക് ചെയ്ത ഒരാൾക്ക് സ്വർഗ്ഗം നിഷിദ്ധാണ്. നബി പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നത. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു, അല്ലാഹു ഹറാമാക്കിന, അവന് സ്വർഗ്ഗമില്ല എന്നാണ്. മൻ മാത യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലന്നാർ. ഒരാൾ മരിച്ചു ഷിർക്കിലായിരിക്കും, അങ്ങനെയാണെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു. എന്നാൽ ഒരാൾ തൗഹീദ് ഉള്ളവനായിക്കൊണ്ടാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാണ് മരിക്കുന്നത് എങ്കിലോ അവൻ സ്വർഗ്ഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ഷിർക്കിന്റെ മറ്റൊരു അപകടമാണ്, ഷിർക്ക് ചെയ്ത ഒരാളിൽ നിന്ന് അയാളുടെ വേറെ ഒരു സൽക്കർമ്മം സ്വീകരിക്കൂല. അയാൾ ഒരു കർമ്മം അയാൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല, അയാൾ സ്വലാത്ത് ചൊല്ലിയിട്ട് കാര്യമില്ല, അതേപോലെ തന്നെ അയാൾ ദാനധർമ്മം നൽകിയിട്ട് കാര്യമില്ല, അയാൾ കുടുംബത്തോട് നല്ല നിലയിൽ പെരുമാറിയിട്ട് കാര്യമില്ല. അയാളുടെ എന്ത് കർമ്മങ്ങൾ സ്വീകരിക്കണം അയാൾ എന്ത് ചെയ്യണം? ഷിർക്ക് ഒഴിവാക്കണം. നബി പറഞ്ഞു ഖുർആനിലൂടെ, അവർ ഷിർക്ക് ചെയ്യുകയാണ് എങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യില്ല? നബിയോടല്ല പറഞ്ഞ എന്താ? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നബിയെ, നിങ്ങൾ ഷിർക്ക് ചെയ്താൽ, നിങ്ങൾ ആലോചിച്ചു സഹോദരങ്ങളെ, അള്ളാഹിന്റെ റസൂലിനോട് അല്ല പറയാ, നബിയെ നിങ്ങൾ ഷിർക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പൊളിഞ്ഞു പോകുന്നു. അപ്പൊ നമ്മളെ അവസ്ഥ എന്തേക്കാരം? അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷിർക്ക് ചെയ്യുന്ന ഒരാൾക്ക് സമാധാനത്തോടെ ദുനിയാവിൽ ജീവിക്കാൻ പറ്റില്ല. സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. എത്ര തന്നെ അവർ പറഞ്ഞാലും ശരി, യഥാർത്ഥത്തിലുള്ള ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ആർക്കും ഉണ്ടാവില്ല? ഷിർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല. അള്ളാഹു പറഞ്ഞൊരു വാചകമാണ്, മൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാന. ഷിർക്ക് ചെയ്യുന്ന ഒരാൾ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരാൾ, അവൻ ആകാശത്തുനിന്ന് വീണവനെ പോലെയാണെന്ന്. ആ ഉപമനെ കുറിച്ച് ആലോചിച്ചു നിങ്ങൾ. ആകാശത്തുനിന്ന് ഒരു മനുഷ്യൻ വീഴാണ്, കുറേ ദൂരത്തിന് ഉയരത്തിന് വീഴാണ്. എന്തായിരിക്കും അയാളുടെ അവസ്ഥ? എന്തായിരിക്കും കാരണം അവരുടെ ആ ഒരു സമയത്തെ അതായിരിക്കും അയാളുടെ ജീവിതം. അങ്ങനെ ആയിരിക്കും അയാൾ ജീവിക്കുക. ഒരുപക്ഷെ കാറ്റുകൾ അവനെ റാഞ്ചിയെടുത്ത് വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകും. അതുമല്ലെങ്കിൽ പക്ഷികൾ അവൻ എന്ത് ചെയ്യും? പിടികൂടാൻ സാധ്യത ഉണ്ട് എന്ന് ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന പാപങ്ങളിൽ ഏറ്റവും വലുതെന്താണ്? ഷിർക്കാണ്. അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കോലത്തിലൊരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ ഇണ, നമ്മുടെ ഭാര്യ, അവളുടെ ശരീരം മറ്റൊരാൾക്ക് പങ്കുവെച്ചാൽ എങ്ങനെയൊക്കെ നമ്മളതിനെ നോക്കിക്കാണുക? ഏതൊരാൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുക? ഏതൊരാൾ അതിനെ അംഗീകരിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പടച്ചു, നമ്മളെ സൃഷ്ടിച്ചു, നമുക്ക് ആവശ്യമുള്ളതൊക്കെ നൽകി, നമുക്ക് ആരോഗ്യം നൽകി, വെള്ളം നൽകി, ഭൂമി നൽകി, ഭക്ഷണം നൽകി, അല്ലേ, കുടുംബം എല്ലാം നൽകിയവനാരാ? പടച്ചവനാ. ആകെ അല്ലാഹു നമ്മളോട് ആവശ്യപ്പെട്ട എന്താ? യഅ്ബുദൂനനി, നിങ്ങൾ എന്നെ ആരാധിക്കണം എന്നാ, നിങ്ങൾ എന്നിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്നാ. അത് നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ എത്ര ഗുരുതരമായ നന്ദികേടാണത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന തൗഹീദുള്ള ആളുകളാവുക. ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. ഞാൻ തൗഹീദുള്ള ആളാണെന്ന് വിചാരിച്ച് ഷിർക്കിനെ കുറിച്ച് പഠിക്കാതെ, അതിനെ മനസ്സിലാക്കാതെ ജീവിക്കാതിരിക്കുക. ഷിർക്കിനെ കുറിച്ച് അത് വരുന്ന വഴികളുണ്ട്. ഷിർക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്ന വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് നമുക്ക് വിശദീകരിക്കാം. ഈ വിഷയങ്ങളെല്ലാം പഠിച്ച് പരിപൂർണ മുസ്ലിമായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ രോഗികളായ ധാരാളം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന സഹോദരങ്ങളുടെ അല്ലാഹു അവർക്ക് നല്ല ജോലി നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന അനേകം മനുഷ്യരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മോചനം നൽകി അവരെയും അവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ
മുസ്ലിങ്ങളായ ആളുകൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻകും വൽ അംവാത്. അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.